പ്രതികളെ പിടിക്കാനും തൊണ്ടി മുതൽ കണ്ടെത്താനും ജാഗ്രതയോടെ നീങ്ങുന്നതിൽ കേരള പോലീസിന് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഒരു പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്ന സൂക്ഷ്മതയോടെ ശ്രുതി പിടിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന കേരള പോലീസിനെ കണ്ടിട്ടുണ്ടോ? തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്ന ആവേശത്തോടെ വിരലുകൾ വയലിനിലും തബേലയിലുമൊക്കെ ഓടിക്കാൻ വെമ്പുന്നവരും ഉണ്ട്. ഈ കലോത്സവ കാഴ്ചയിലേക്ക്. ചേട്ടാ, ഇതൊന്നും ആസ്വദിക്കാതെ ഇവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഇവർക്കൊക്കെ വല്ല കഴിവുണ്ടോ? നീ മുഖത്തെ കണ്ണാടി ഉരുട്ട് സൂക്ഷിച്ചു നോക്കും, ഇപ്പൊ മനസ്സിലാവും ഇവിടെ കഴിവുണ്ടോ എന്നുള്ള കാര്യം. കലോത്സവം സ്കൂളിൽ കോളേജിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പായിട്ട് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും മത്സരത്തിന് പോകുന്നതും നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നതും ഒക്കെ ഒരുപാട് ഓർമ്മകളാണ്. ഞങ്ങൾ പാട്ട്, നാടകം, അങ്ങനെ അറിവിനോട്ട്, ഇങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. കൂടുതലും ഗ്രൂപ്പ് ഇവൻസ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കലയുടെ താളത്തിലും ഈണത്തിലും ചേർന്നൊഴുകാൻ വെമ്പിയ ഒട്ടേറെ കലാഹൃദയങ്ങളാണ് ഓരോ വേദിക്കരികിലും കാക്കിക്കുള്ളിൽ കണ്ടത്. ഞാൻ സത്യത്തിൽ യൂണിഫോം ആയതുകൊണ്ടാണ്. ഇത് കാണുമ്പോൾ ഒരു ഓർമ്മ പുതുക്കലുണ്ട്. അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ, 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി, ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. കലോത്സവത്തിൻ്റെ പണ്ട് പങ്കെടുത്ത കൊല്ലം ജില്ലാ കലോത്സവം തെന്മല വെച്ച് നടന്നതിനകത്ത് നാടകം ബഷീറിൻ്റെ മതിലുകൾ എന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവം എല്ലാവരിലും ഓർമ്മയുള്ള ഒരു കാര്യമാണല്ലോ. സ്കൂൾ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കല നേരത്തെ ഉള്ളതാണ്. ഹൃദയത്തിൽ നിൻമുഖ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. സുരക്ഷയ്ക്കായി ഇക്കുറി 850-ലധികം പോലീസുകാരെയാണ് നിയോഗിച്ചത്. ജോലിഭാരത്തിനും അതിന്റെ സമ്മർദ്ദങ്ങൾക്കുമിടയിൽ കലയെ ഹൃദയത്തിനകത്ത് ഏതോ തെക്കിനിയിൽ താഴിട്ടു പൂട്ടിയവർ. സ്റ്റാറാവാൻ കൊതിച്ചവരെല്ലാം ചുമരിലെ സ്റ്റാറിൽ തലോടി ആശ്വസിക്കും. കാക്കിക്കുള്ളിലെ ഈ പ്രതിഭകളും ചിറകുവിരിച്ച് പറക്കേണ്ടവരല്ലേ? മോഹിനിയാട്ടം, തിരുവാതിര, ഒപ്പന, മലബാറിൻ്റെ ഒരു പ്രത്യേക പൈതൃകമല്ലേ ഒപ്പന. നന്നായിട്ടുണ്ട് പിള്ളേർ ചെയ്യുന്നത്. മലബാറല്ല, തിരുവനന്തപുരത്താണ്. പക്ഷേ എങ്കിലും ഒപ്പന ഒരു ഭയങ്കര ഇഷ്ടമുള്ളത് ഇതാണ്. പണ്ടത്തെ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇല്ല, അങ്ങനെ തോന്നാറുണ്ട്. മുന്നൊക്കെ പങ്കെടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ മക്കളിനെ പങ്കെടുക്കാനുള്ള കുഞ്ഞുങ്ങളിപ്പോൾ പങ്കെടുക്കാനുള്ള മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ എല്ലാവരുടെ ഉള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടാകുമെന്ന്? ശരിയാ. അപ്പോൾ പിന്നെ കലകൾ ഉണർന്നാൽ ആ കലാഹൃദയം ഉണരാതിരിക്കുമോ? ജോലി തിരക്കിനിടയിൽ സർഗവാസനകളെ കുഴിച്ചു മൂടുന്ന എല്ലാ കലാകാരന്മാർക്കുമായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ കലോത്സവം. ക്യാമറമാൻ അക്ഷയ്ക്കും അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.